മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിയെ വീണ്ടും ചോദ്യം ചെയ്യാൻ ഇഡി. ഈ മാസം 29-ാം തീയതി ഹാജരാകാൻ ഇഡിയുടെ നിർദ്ദേശം. ഈ മാസം 17-ലെ ചോദ്യം ചെയ്യലിന് പിന്നാലെയാണ് വീണയുടെ ബാങ്ക് ലോക്കറുകളിൽ ഇഡി ഉദ്യോഗസ്ഥന്മാർ പരിശോധന നടത്തിയത് തിരുവനന്തപുരത്ത്. അതിനുശേഷം ഇപ്പോൾ ഹാജരാകാൻ നോട്ടീസ് അയച്ചിരിക്കുന്നു. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷും തിരുവനന്തപുരത്ത് നിന്ന് ഷബീദ് റാവുത്തറും ചേരുന്നു. ആദ്യം വിഷ്ണുവിലേക്ക്. വിഷ്ണു, യഥാർത്ഥത്തിലെ ഈ ഇഡിയുടെ പുതിയ നീക്കത്തിന്റെ സൂചനകൾ എന്താണ്? SKN 17-ാം തീയതി ഏകദേശം 9 മണിക്കൂറോളമാണ് വീണ ടിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ ചോദ്യം ചെയ്തത്. പക്ഷേ പല ചോദ്യങ്ങൾക്കും അവരുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ മറുപടികൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അന്നത്തെ ചോദ്യം ചെയ്യൽ പൂർത്തിയായിരുന്നില്ല, പൂർണ്ണതയിലേക്ക് എത്തിയില്ല എന്ന് ഇഡിക്ക് നിഗമനമുണ്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് അവരോട് വീണ്ടും വരണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത്. തൊട്ടടുത്ത ദിവസം തന്നെ 29-ാം തീയതി ഹാജരാകണമെന്ന് നിർദ്ദേശം നൽകിയെന്നാണ് മനസ്സിലാവുന്നത്. വീണ എത്താമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഏറ്റവും ആദ്യത്തെ സമൻസിൽ വീണ ചില സാവകാശങ്ങൾ തേടിയതിനു പിന്നാലെയാണ് രണ്ടാമത് സമൻസ് നൽകി വിളിച്ചു വരുത്തിയത്. ഇപ്പോൾ വീണ്ടും, അതായത് ഈ മാസം 29-ന് എത്തണമെന്ന് വീണയെ അറിയിച്ചപ്പോൾ വീണ എത്താമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. CMR-ലും എക്സാലോജിക്കും തമ്മിൽ നടത്തിയിട്ടുള്ള ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തുക എന്ന ലക്ഷ്യത്തിലാണ് വീണ ടിയെ വിളിപ്പിക്കുന്നത്. അതിൽ നേരത്തെ വീണയോട് ഇതുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ ചോദിച്ചപ്പോൾ അത്തരം രേഖകൾ ഹാജരാക്കാൻ വീണയ്ക്ക് സാധിച്ചിരുന്നില്ല. IT ഉദ്യോഗസ്ഥരുമായി, CMR-ലെ IT ഉദ്യോഗസ്ഥരുമായി നേരിട്ടായിരുന്നു ചർച്ച നടത്തിയത്. ഒപ്പം തന്നെ ഈ സ്ഥാപനം, എക്സാലോജിക് എന്ന സ്ഥാപനം നിലവിൽ പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അതിനുമായി ബന്ധപ്പെട്ടുള്ള ചില വിശദാംശങ്ങൾ പോലും തങ്ങളുടെ നിലവിൽ ലഭ്യമല്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് വീണ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുമ്പാകെ പറഞ്ഞത്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടി അത്തരം കാര്യങ്ങളിൽ വ്യക്തത വരുത്തുക എന്ന ലക്ഷ്യത്തിലാണ് ഇഡി ഇപ്പോൾ വിളിക്കുന്നത്. ഒപ്പം SFIയുടെ അനുബന്ധ രേഖകൾ 134 രേഖകളുണ്ട്. അതിൽ CMR-ലും എക്സാലോജിക്കും തമ്മിലുള്ള കരാറ്, CMR-ലും വീണയും തമ്മിൽ നടത്തിയിട്ടുള്ള കരാറ്, വീണയുടെ IT റിട്ടേൺസ് അടങ്ങിയ 134 രേഖകൾ SFIO ഇഡിക്ക് നൽകാമെന്ന് നേരത്തെ പറഞ്ഞിരുന്നെങ്കിലും 10-12 ദിവസം പിന്നിട്ടിട്ടും ആ രേഖകൾ ഇപ്പോൾ ഇഡിക്ക് ലഭിച്ചിട്ടില്ല. ഇഡി SFIO അധികൃതരുമായി ഉന്നതതല ചർച്ച നടത്തുന്നുണ്ട്. ഒരുപക്ഷെ തിങ്കളോ ചൊവ്വയോ കൂടി ആ രേഖകൾ കിട്ടും. ആ രേഖകളുടെ അടിസ്ഥാനത്തിൽ വീണയെ ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉള്ളത്. വളരെ പെട്ടെന്ന് തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിൽ മുന്നോട്ട് പോവുകയാണ്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ തന്നെ അവരുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഡയറക്ടർ രാഹുൽ നവീൻ നേരിട്ട് കൊച്ചിയിലെത്തി ഈ കേസിന്റെ സ്ഥിതിഗതികൾ വിലയിരുത്തുകയും കേസന്വേഷണം അധികം നീണ്ടുപോകരുത് എന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകിയിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് വീണ 2 ആഴ്ച സാവകാശം ചോദിച്ചിട്ട് അത് കൊടുക്കാതെ ബുധനാഴ്ച തന്നെ ഹാജരാകാൻ ആവശ്യപ്പെട്ടത്. ആദ്യഘട്ട കുറ്റപത്രം എത്രയും പെട്ടെന്ന് സമർപ്പിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഇഡി ഉള്ളത്. അതുകൊണ്ടാണ് ഇപ്പോൾ വീണയെ വീണ്ടും വിളിപ്പിക്കുന്നത്. CMR ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. അവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും വീണയുടെ ചോദ്യം ചെയ്യൽ. 29 സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ നിന്ന് ഇനി തിരുവനന്തപുരത്തേക്ക് ഷബീദ് റാവുത്തർ കൂടി ചേരുകയാണ്. ഷബീദ്, പറയൂ. തുറന്ന് പരിശോധിച്ചത് വീണയുടെ സാന്നിധ്യത്തിലായിരുന്നു ലോക്കർ പരിശോധന. 3 മണിക്കൂർ സമയമെടുത്ത ലോക്കറിൽ നിന്നുള്ള വിവരങ്ങൾ അത് ഇഡി ഉദ്യോഗസ്ഥർ തേടിയിരുന്നു. പ്രത്യേകിച്ച് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട കാര്യമായി ഒന്നും ആ ലോക്കറിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇഡി ഉദ്യോഗസ്ഥരുടെ ഇപ്പോഴത്തെ, അല്ലെങ്കിൽ അവരിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ വീണ വിജയൻ എത്ര സമയം ഈ ലോക്കർ തുറന്നു, മാത്രമല്ല എത്ര തവണ ഈ ലോക്കർ തുറന്നിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ചില വിവരങ്ങൾ അത് തേടിയിട്ടുണ്ട്. കൂടാതെ തിരുവനന്തപുരത്തെ ധനലക്ഷ്മി ബാങ്കിലെ ഇടപാടുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങളും ഇഡി സംഘം ശേഖരിച്ചു. അതിനുശേഷമാണ് വീണ്ടും 29-ാം തീയതി വീണ വിജയനെ ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലേക്ക് കടക്കുന്നത്. കഴിഞ്ഞ തവണ ചോദ്യം ചെയ്തപ്പോൾ എഴുതി കൊടുത്ത ചോദ്യങ്ങൾക്ക് വീണ വിജയൻ എഴുതി തന്നെയാണ് മറുപടി നൽകിയത്. അപ്പോഴാണ് ഈ ബാങ്ക് വിവരങ്ങൾ, അതല്ലെങ്കിൽ ലോക്കർ വിവരങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ നൽകുകയും ചെയ്തത്. എന്നാൽ അടുത്ത ഘട്ട ചോദ്യം ചെയ്യൽ അങ്ങനെയാകില്ല. നേരത്തെ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ SFIO അനുബന്ധ രേഖകൾ പരമാവധി വേഗത്തിൽ ലഭ്യമാക്കാനുള്ള നീക്കം ഇഡി ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതുകൂടി വാങ്ങി നിലവിൽ ഇപ്പോൾ ലോക്കറിൽ നിന്നടക്കം ശേഖരിച്ച വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടായിരിക്കും വീണ വിജയനെ ചോദ്യം ചെയ്യുക. ആ ചോദ്യം ചെയ്യൽ വീണ വിജയനെ സംബന്ധിച്ച് എളുപ്പമാകില്ല എന്ന തരത്തിലേക്കുള്ള വിവരങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. ഏതായാലും ഈ കേസിൽ ഇപ്പോഴും രാഷ്ട്രീയമായ പലതരത്തിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ നടക്കുന്നുണ്ട്. മാത്രമല്ല ഈ കഴിഞ്ഞ തവണ ലോക്കർ തുറന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രതികരണം തേടിയപ്പോൾ പിണറായി വിജയൻ എന്ന് പറഞ്ഞത് ലോക്കർ തുറന്നാൽ വല്ല വിസ്മയവും ഉണ്ടെങ്കിൽ കാണാമല്ലോ എന്നുള്ള മറുപടിയാണ്. ഇപ്പോഴും CPM അടക്കം വീണ വിജയന്റെ വിഷയത്തിൽ പ്രതിരോധം ഉയർത്തുന്നതിൽ പ്രതിപക്ഷ UDF-ഉം കോൺഗ്രസും അടക്കം രാഷ്ട്രീയ വിമർശനം ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും 29-ലെ ചോദ്യം ചെയ്യൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ്, നിർണായകമാണ്. SKN. ഓക്കെ, താങ്ക് യു ഷബീദ് റാവുത്തർ. എന്തായാലും വീണ ഹാജരാകാൻ ഇഡി നിർദ്ദേശിച്ചിരിക്കുന്ന വാർത്തയാണ് വരുന്നത് ഇപ്പോൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.